പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ അതിശക്തമായ മിസൈൽ ആക്രമണം നടക്കുമ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം പ്രതിരോധിക്കാൻ ചാരക്കണ്ണുകളും. അമേരിക്കൻ സൈന്യത്തിന്റെ പരോക്ഷ പിന്തുണയോടെ നടത്തുന്ന ഈ മുൻകരുതൽ ആക്രമണത്തിൽ ഇറാന്റെ പ്രസിഡൻഷ്യൽ കേന്ദ്രങ്ങളും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസിന് സമീപമുള്ള മേഖലകളുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഇസ്രായേലിലെ പ്രമുഖ വാർത്താ ചാനലായ ചാനൽ 28 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ഇരു രാജ്യങ്ങളുടെയും കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള സംയുക്ത സൈനിക നീക്കമാണ്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്തും ഒമാൻ ഉൾക്കടൽ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുകയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ തത്സമയം നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമാണ് അത്യാധുനിക സെൻസറുകളുള്ള ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്തും ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി അമേരിക്കൻ നാവികസേനയുടെ MQ-4C ടൈറ്റൻ ഡ്രോണുകൾ വട്ടമിട്ട് പറക്കുകയാണെന്ന് ഇറാനും അറിയാം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ തത്സമയം നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമാണ് അത്യാധുനിക സെൻസറുകളുള്ള ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്. കടലിലെയും തീരപ്രദേശങ്ങളിലെയും നീക്കങ്ങൾ അതീവ കൃത്യതയോടെ നിരീക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത പൈലറ്റില്ല വിമാനങ്ങളാണ് MQ-4C ടൈറ്റൻ ഡ്രോണുകൾ. US നാവികസേനയുടെ സമുദ്ര നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രധാന ആയുധമാണിത്. അത്യുന്നതങ്ങളിൽ പറക്കാനുള്ള ശേഷി ഇതിനുണ്ട്. സാധാരണ വിമാനങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ വളരെ ഉയരത്തിലാണിത്. ഒരു തവണ പറന്നുയർന്നാൽ 24 മണിക്കൂറിലധികം തുടർച്ചയായി വായുവിൽ നിൽക്കാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. ഒരു ദിവസം കൊണ്ട് ഏകദേശം 2.5 ദശലക്ഷം ചതുരശ്ര മൈൽ പ്രദേശം നിരീക്ഷിക്കാൻ ഈ ഡ്രോണിന് സാധിക്കും. 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന റഡാറുകൾ, ഇൻഫ്രാറെഡ് ക്യാമറകൾ, സിഗ്നൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവ ഇതിലുണ്ട്. മേഘങ്ങൾക്കിടയിലൂടെയും രാത്രികാലങ്ങളിലും കടലിലെ ചെറിയ കപ്പലുകളെ പോലും തിരിച്ചറിയാൻ ഇതിന് സാധിക്കും. ആയുധങ്ങൾ വഹിക്കില്ലെങ്കിലും ശത്രുവിന്റെ മിസൈൽ ലോഞ്ചറുകൾ, പടക്കപ്പലുകൾ, സൈനിക വിന്യാസം എന്നിവയുടെ തത്സമയ വിവരങ്ങൾ ആസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഇവ ഒന്നാമനാണ്. ഇറാൻ അതിർത്തികളിൽ ഇപ്പോൾ ഈ ഡ്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത് ഇറാന്റെ മിസൈൽ യൂണിറ്റുകളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാനാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യോമയുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെയുള്ള മുൻകരുതൽ നടപടിയായാണ് ഈ ആക്രമണമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന ഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ആക്രമണം ശക്തമായതോടെ സുപ്രീം നേതാവ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു.